ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹുണ്ടായിയുടെ i20 സ്പോർട്സ് വേരിയന്റിലുള്ള ബട്ടൺ സ്റ്റാർട്ടായ 2014 മോഡൽ 2015 രജിസ്ട്രേഷൻ വാഹനവുമായിട്ടാണ്. സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹനത്തിനുള്ളത്. ഡീസലില് വെറും 75,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. മേജറായിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഫ്രണ്ടേജ് 2 ഡോറ് സ്ക്രാച്ച് മൂലം കമ്പനിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കമ്പനി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ ഇന്റീരിയൽ ഭാഗം ഒന്ന് നോക്കാം. ഇന്റീരിയൽ നോക്കുമ്പോൾ കമ്പനി തരുന്ന സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലോർ ആയാലും നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള ഒരു കറയോ ചളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ എവിടെയില്ല. സീറ്റൊക്കെ ഒരു ആവറേജ് സീറ്റ് കവറൊക്കെ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഡ്രൈവർ സീറ്റ് ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എവിടെയും പൊടിയോ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്, ബട്ടൺ സ്റ്റാർട്ടാണ്. ഈ വാഹനത്തിന്റെ പാസഞ്ചർ സൈഡ് നോക്കുമ്പോഴും ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള കറയോ ചളിയോ കാര്യങ്ങളൊന്നും ആ ഡോറിലോ അല്ലാതെ ഫ്ലോറിലോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സീറ്റൊക്കെ ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള ഒരു അപാകതയും വന്നിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെയാണ് എല്ലാ ഭാഗങ്ങളും ഉള്ളത്. നമുക്ക് ഇതിന്റെ ഇഞ്ചൻ ഭാഗം ഒന്ന് നോക്കാം. എഞ്ചിൻ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ആ അപ്രൈസറിൽ കാര്യങ്ങളൊക്കെ കമ്പനി തന്ന അതേപോലത്തെ പേസ്റ്റിങ് അതൊന്നും പൊട്ടിച്ചിട്ടോ കാര്യങ്ങളോ ഇല്ല, അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബാറ്ററി ഒക്കെ അമറോണിന്റെ അടിപൊളി ബാറ്ററിയാണ്. പിന്നെ എഞ്ചിന്റെ ഭാഗത്തൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ ഉള്ളത്. ചെറുതായിട്ട് കറയോ ചളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്, ഒരു റീപ്ലേസ്മെന്റും വരാത്ത അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇത്. ഇതിന്റെ ഡിക്കി ഭാഗം നോക്കാം. ഡിക്കിൽ നോക്കുമ്പോൾ ആ സ്റ്റെപ്പിന് ഇരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അത് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എവിടെയും തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഫ്ലോറൊക്കെ നല്ല ബോഡി ബിൽഡപ്പുള്ള വാഹനം തന്നെയാണ് i20 എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ റൂഫ് നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. ഒരു പുതിയ വാഹനത്തിന്റെ റൂഫ് പോലെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. മൊത്തത്തിൽ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം അടിപൊളിയാണെന്ന് തന്നെ പറയാം. ഒരു ഷോറൂം കണ്ടീഷൻ നിലവാരത്തിൽ തന്നെ ഉണ്ട് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം കാണുമ്പോൾ. അതുപോലെ തന്നെ ടയറുകളൊക്കെ ഒരു ആവറേജ് 60% വരുന്ന ടയറുകളാണ്. പിന്നെ അലോവിയിലാണ് 4 ടയറുകളും. മൊത്തത്തിൽ എവിടെയും ഒരു കറയോ ചളിയോ കാര്യങ്ങളോ പുറമോടിയിലായാലും കാണാൻ കഴിയില്ല. നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പൊ ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് 4,35,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ കാണുന്നയാളാണെങ്കിലോ അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങിക്കാൻ വരുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ പ്രതീക്ഷിക്കാം. ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയില് മണ്ണാർക്കാട് കുന്തിപ്പുഴ TVS ബൈക്ക് ഷോറൂമിന്റെ ഓപ്പോസിറ്റ് ഉള്ള യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഈ വാഹനത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ടാവും, അതിൽ വിളിക്കുക, ബന്ധപ്പെടുക. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ല അടിപൊളി നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ഈ കുറഞ്ഞ പ്രൈസേ ഉള്ളൂ. 4,35,000 എന്ന് പറഞ്ഞത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇനിയും കുറയും. അപ്പോൾ വാഹനത്തിന്റെ റേറ്റ് കേട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളത് കുറയില്ല എന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾ ഈ വാഹനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് അന്വേഷിക്കുക, എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് അന്വേഷിക്കുക. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള സെക്കൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ നിങ്ങളൊരു വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള പ്രീമിയം കാറുകളുടെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും വാഹന പ്രേമികൾക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.